നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു ചോദ്യം വന്നേക്കുന്നത് വാഹന അപകടങ്ങളും രോഗങ്ങളും മുൻകൂട്ടി അറിയാനാകുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഒരാളുടെ തലവര അല്ലെങ്കിൽ നമ്മൾ മുൻജന്മം ചെയ്ത കർമ്മങ്ങളുടെ ബാക്കി പത്രമാണ് ജന്മത്തെ നമ്മൾ ഗ്രഹനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രഹനില ഗ്രഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഗ്രഹനില നമുക്ക് കൃത്യമായിട്ട് എഴുതി ആ ഗ്രഹനിലയ്ക്കകത്ത് അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് ജാതകം ഉണ്ടെങ്കിൽ ജാതകം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ സമയത്ത് നമുക്ക് ആയുർദോഷം വരുന്നുണ്ട്, അപകടങ്ങൾ വരുന്നുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട്, രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം വരുന്നുണ്ട്, ഇവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ജാതകം നോക്കുമ്പോൾ ലഗ്നാല് നമുക്ക് 6-ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ 6ആണ് രോഗസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ അഷ്ടമം കൊണ്ട് ചിന്തിപ്പൂല ആയുഷിൻ്റെ ബലാബലം എന്ന്. ആയുഷിൻ്റെ ബലാബലം അളക്കപ്പെടുന്ന അവസ്ഥ, അപകടങ്ങൾ, ആശുപത്രി വാസങ്ങൾ, ഇവയൊക്കെ നമുക്കുണ്ടാകും. അതുപോലെ ജാതകത്തിൽ നമുക്ക് ശനി, ആദിത്യന്, രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളൊക്കെ നമുക്ക് ദുസ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇവരൊക്കെ 6-ാം ഭാവമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിനകമായിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഒരു അപകടം ഇറങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ദശാകാലം, ഇവരുടെ അപഹാരകാലമാണെങ്കിൽ വലിയ താമസമില്ലാതെ വീണ്ടും അപകടം ഉണ്ടാവുക. അടിക്കടി അപകടങ്ങൾ, ആയുർദോഷങ്ങൾ, മൃത്യുദോഷങ്ങളൊക്കെ നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ജാതകം പരിശോധിച്ചിട്ട് 6-ാം ഭാവാധിപൻ ആരാണ്, നമുക്ക് 6-ാം ഭാവാധിപൻ ഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇവയൊക്കെ നമ്മൾ പരിശോധിക്കണം. അതുപോലെ അഷ്ടമാധിപൻ നമുക്ക് ആയുർകാരകൻ എവിടെ നിൽക്കുന്നു, നമുക്ക് സ്ഫുടങ്ങൾ പരിശോധിക്കണം. മൃത്യുസ്ഫുടമുണ്ട്. മൃത്യുസ്ഫുടം നമുക്ക് ഏറി ദേഹസ്ഫുടം കുറഞ്ഞു നിന്ന് ദേഹത്തിന് കുഴപ്പങ്ങളുണ്ടാവാം. മൃത്യുസ്ഫുടം ഏറിയിട്ട് നമുക്ക് ഈ ഒരു ആയുർബലം നമുക്ക് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആയുസ്സിന് വിഷയങ്ങളുണ്ടാവാം. അങ്ങനെ നമുക്ക് രോഗസ്ഫുടം, മൃത്യുസ്ഫുടം, ത്രിസ്ഫുടം, സുഷുമ്നസ്ഫുടം, അങ്ങനെ സ്ഫുടങ്ങൾ ധാരാളമുണ്ട്. ഇവയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഗണിച്ചെടുത്തു കഴിഞ്ഞാൽ, ഈ അസ്ട്രോളജി എന്ന് പറയല്ല, ജ്യോതിഷം എന്ന് പറഞ്ഞ കണക്കാണ്. ആ കണക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കില്ല, കൃത്യമായിട്ട് നമുക്ക് ജാതകം പരിശോധിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര വലിയ ആയുർദോഷമായാലും എത്ര വലിയ അപകടങ്ങളായാലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പം പിന്നെ ജനങ്ങളെ പൊതുവെ 3 തരമായിട്ടാണ് പറയുന്നത്. പ്രശ്നങ്ങളെ ഉണ്ടാകുന്നതിന് മുമ്പ് പരിഹരിക്കുന്നവരുണ്ട്, പ്രശ്നത്തിൽ പെട്ടുകിടക്കാൻ പരിഹരിക്കുന്നവരുണ്ട്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും 3ാമത്തെ തരം ആവാതിരിക്കുക. കഴിവതും 1-ാം തരം 2-ാം തരമായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് ഒരിക്കലും വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആശുപത്രിയാണ്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഈ ആശുപത്രിവാസമായാലും ആവശ്യമുണ്ടെങ്കിൽ പോകണം, ഇല്ലെന്നുള്ളതല്ല. ആവശ്യമില്ലാതെ ഈ അപകടങ്ങൾ, ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്നത് നമ്മുടെ ജാതകത്തിൽ ഈ പറഞ്ഞ ദുർഗതികളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതെന്താണ് നമ്മളത് പരിശോധിക്കണം. ഇപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 5 കിലോയുടെ കട്ടി കൊണ്ട് തലയ്ക്ക് കയറി കിട്ടിയാൽ എന്താ, ചിലപ്പം ആൾ വടിയായി പോവും. അതേസമയം 5 ഗ്രാമാണെങ്കിലോ ചിലപ്പോൾ ചെറിയൊരു മുറിവോ ചിലപ്പോൾ ഒരു സ്റ്റിച്ചായിട്ടോ മാറിയതിരിക്കും. പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരമുണ്ട്. പരിഹാരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. സൊല്യൂഷനാണ് ഏറ്റവും കൂടുതൽ നമുക്കിതിനകത്ത് പറയുന്നത്. അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളിനെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്ത ഒരാളിനെ കണ്ട് അത് പരിഹരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ ദോഷവും നമുക്ക് നിശേഷം ഈശ്വരാനുഗ്രഹങ്ങളുണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.